എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വരവ് കൂടി വരേണ്ടി വരുന്നതാണ്. MBBS മാത്രം മനസ്സിൽ കണ്ടതിനെ കൊണ്ട് വേറെ ഒന്നിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ എക്സാം ഹാളിന് ഞാനിന്നിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിൽ പലരും ചോദിച്ചൊരു വ്യക്തിനെയാണ്. അപ്പോൾ ആളിനെ പറ്റി നമുക്ക് കുറേ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആളിങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് സമയമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, എവിടെ എത്തി? ഓക്കെ ഇപ്പം എത്തൂ അല്ലേ? കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ്. അപ്പൊ ഇത്രയും നാൾ എവിടെയായിരുന്നു? അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അറിയാം. ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ? ആദ്യം തന്നെ നിനക്കൊരു വീഡിയോ കാണിച്ചു. യെസ്, ഒരു വീഡിയോ ഉണ്ട്, കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. 2 ദിവസം മുന്നേ നന്നായി ഡ്രസ് പഠിച്ച് വീട്ടിൽ പോയ ഒരാളാണ്. എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ എനിക്കിനി അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. എൻ്റെ ഉപ്പാൻ്റെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എൻ്റെ മുന്നിൽ ഇനി ആകെ ഒരു 30 ദിവസം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. എക്സാം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയേ? എക്സാം കഴിഞ്ഞപ്പോൾ കണ്ടു, പക്ഷെ ആ വീഡിയോ എടുത്തപ്പോൾ തോന്നാത്ത കുറേ കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നീറ്റ് എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല റിയൽ നീറ്റ് എന്ന് എനിക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ നീറ്റ് എക്സാമിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈൻഡ് സെറ്റ് വേണം, നമ്മുടെ കോൺസെൻട്രേഷൻ വേണം, പിന്നെ നമ്മൾ കുറേ ഡ്രീംസ് കാണും. ആ ഡ്രീംസ് മാത്രം കണ്ടിട്ട് നീറ്റ് എക്സാം എഴുതരുത്. അപ്പം നമ്മൾ ആ ഒരു ഡ്രീംസ് മാത്രം കാണുന്നതിനെ കൊണ്ടാണ് ചെറിയൊരു മാർക്ക് വ്യത്യാസത്തിൽ നമ്മൾ ഒന്ന് താഴോട്ടായി പോകുന്നത്. അപ്പം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് MBBS ട്രൈ ചെയ്തത്. അപ്പോൾ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം എന്താ തോന്നിയത്? അല്ലെങ്കിൽ ഉപ്പാൻ്റെ അടുത്ത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എക്സാം എഴുതുമ്പം മൈൻഡിൽ MBBS കിട്ടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന് മാർക്ക് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് ചെറിയ മാർക്കിന് പോയെന്ന് മനസ്സിലായത്. അപ്പോൾ പറയാൻ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡ് മനസ്സിലാക്കി ഉപ്പ എന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഇല്ലടാ കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നത് മതി എന്നിങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഞാനത് മാർക്കൊന്നും വാല്യൂ ചെയ്യാൻ പോയില്ല. റിസൾട്ട് വരുമ്പം അറിയാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ ക്ലോസ് ചെയ്തിരുന്നു. എല്ലാ പേരൻസിനും അതൊരു പ്രചോദനമല്ലേ? സത്യത്തിൽ എന്താ നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ പേരൻസ് ഒക്കെ പരിശ്രമിക്കുന്നു. പിന്നെ ഞാൻ ലാമിയന്റെ വീഡിയോ കണ്ടപ്പോൾ എന്നെ സ്ട്രഗിൾ ചെയ്തൊരു കാര്യമായിരുന്നു. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മെയിനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ 2-3 വർഷം റിപ്പീറ്റ് ചെയ്തപ്പോഴും കുറേ പേര് ഞാൻ കേട്ടും കേൾക്കാതെയും എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു റിപ്പീറ്റ് ചെയ്തത് ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ BD സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ. അത് നമ്മുടെ നാട്ടിൽ പഠിക്കാൻ ശരിക്കും ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഈ മൊമെന്റ് ഞാൻ ഭയങ്കര പ്രൗഡാണ്. MBBS മാത്രം മനസ്സിൽ കണ്ടതിനെ കൊണ്ട് എക്സാമിന്റെ മുന്നേ അതിനെപ്പറ്റി വേറെ ഒന്നിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് BDSനെ പറ്റി പഠിക്കാനും അത് എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളതെന്ന് അറിയാൻ ഞാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഇതിൽ. ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് MBBS നിന്നും BDSലേക്ക് എത്തിയല്ലേ? അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒരു ടിപ്സ് അല്ലെങ്കിൽ ഇതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ MBBS നേടുന്നു തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നിയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ചില കാര്യങ്ങൾ മനസ്സിലായത്. ഈ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആണ്. പ്ലസ് നമ്മുടെ ടെൻഷൻ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അത് നമ്മൾ പഠിച്ചത് ഒന്നും കൂടി നമുക്ക് സ്റ്റോർ ആവുള്ളൂ. ഇപ്പം എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ എക്സാം ഹാളിന് 1-2 ക്വസ്റ്റ്യൻസ് വരുമ്പം കൺഫ്യൂസ്ഡ് ആയി. ആൻസർ കാണുമ്പം ഇതാണോ നമുക്ക് ടെൻഷൻ കാരണമാണോ അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനുള്ള പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അന്നിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നു. അപ്പം ഞാൻ ബബിൾ ചെയ്ത് ആ സ്പോട്ടിൽ എനിക്ക് മനസ്സിലായി ഇതല്ല, അതായിരുന്നു ആൻസർ. ആ ഒരു ഇതില്ലാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ മസ്റ്റാണ്. അത് ഭയങ്കര ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാവണം നമ്മൾ അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവില്ലേ? നാട്ടുകാരുടെ അടുത്ത് നിന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്ത്? ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയും ഇവരൊക്കെ ചോദിച്ചിരുന്നോ. അപ്പോൾ എനിക്ക് അവരോടൊന്നും എനിക്കൊരു മറുപടിയും ശരിക്കും പറയാനില്ല. നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ആ പൊസിഷനിൽ നമ്മൾ എന്തായാലും എത്തും. എനിക്കിപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും മാർക്ക് കുറയുമ്പം എൻ്റെ മൈൻഡിൽ
ഫസ്റ്റ് വരിക, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പം 3 കൊല്ലമായല്ലോ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ആ ചിന്തയാണ് ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വരിക. അപ്പം എനിക്ക് അങ്ങനെ മാർക്ക് കുറയുന്നതിനെക്കാട്ടിയും എന്നെ ഏറ്റവും ടെൻസ്ഡ് ആക്കുന്നത് അതന്നായിരുന്നു. അപ്പം അങ്ങനെ മനസ്സിൽ വരുന്ന കുട്ടികളോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇപ്പം തന്നെ അത് എടുത്തു മാറ്റിക്കോ. ആ ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് പോയാൽ തന്നെ നമുക്ക് പകുതി നമ്മൾ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ റിസൾട്ട് ഒന്നും കൂടി നല്ലോണം കൂടും. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഒന്ന് ടെൻഷൻ ഉണ്ടാവരുത്. നമ്മൾ എക്സാമിന് മുന്നേ 2-3 ദിവസം മുന്നേ നമുക്ക് ടെൻഷൻ തുടങ്ങും. അത് മാനേജ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നം കഴിയും. പിന്നെ രണ്ടാമത്, നമ്മൾ ചില ടോപ്പിക് ഉണ്ടാകും നമുക്ക് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടുള്ള പോർഷൻസ്. ആ പോർഷൻസ് നമ്മൾ എക്സാം ടൈം ആകുമ്പം പഠിക്കാമെന്ന് വിചാരിക്കും. ഇപ്പം ഇനി നീറ്റ് എക്സാമിന് 2 months ആണുള്ളത്. ആ ടൈമിൽ ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങുക, എന്നാൽ നമുക്കത് എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം കവർ ചെയ്യും. പിന്നെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ മെയിൻ പുതുതായിട്ട് കാര്യങ്ങൾ പഠിക്കുകയല്ല, അതിന് പകരം പഠിച്ച സാധനം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അത് നമ്മൾ എത്ര തവണ റിവൈസ് ചെയ്യുന്നോ അത്രയും തവണ നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ ആകും. അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ കുറയുകയും ചെയ്യും. കാരണം നമ്മൾ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നത് ഓരോ തവണ റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടെൻഷൻ കുറഞ്ഞു വരും. എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ഫീൽ ചെയ്ത കാര്യമായിരുന്നു അത്. കാരണം ഞാൻ കുറേ തവണ റിവൈസ് ചെയ്തതിനെ കൊണ്ട് എനിക്ക് എക്സാമിൻ്റെ 2-3 ദിവസം മുന്നേ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, എക്സാം ഹോളിൽ എനിക്ക് ടെൻഷനായി. എനിക്ക് 2 ആൻസർ വന്നപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇതാണോ. അത് നമുക്ക് ഇല്ലാതാവണമെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് തറോ ആവണമെങ്കിൽ നമ്മൾ പിന്നെയും അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കത് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈമാണ് ഈ 2 months എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ റേസ് എങ്ങനെയൊക്കെ ആയിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റേസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫാക്കൽറ്റീസ് ആയാലും അക്കാദമിക് സെഷൻ ആയാലും എല്ലാം നല്ലതൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ടെൻഷൻ അടിക്കുന്നതും ബാക്കിയുള്ളതിലും ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ മാക്സിമം നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് നമ്മുടെ എല്ലാ ടെൻഷൻസും ഒഴിവാക്കുക, എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റേസിൻ്റെ 1 shot സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതൊക്കെ കണ്ടിട്ട് കൂടുതലായിട്ട് ക്ലാസ്സൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും ടൈം നമ്മൾ ലാമിയൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ലാമിയൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വരവ് കൂടി വരേണ്ടി വരുന്നതാണ്. കാരണം ലാമിയ ഒന്നും കൂടെ നീറ്റ് എഴുതിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ലാമിയ എന്താ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഇത് ഇത്രയും ടൈം ഞങ്ങൾക്ക് തന്നതിൽ താങ്ക് യു. എല്ലാം അടിപൊളിയായിട്ടിരിക്കട്ടെ കേട്ടോ.